നമ്മളോട് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് വെക്കുന്ന ഒരു മുട്ടക്കറിയാണ്. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്, ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 പൊട്ടറ്റോ, കുറച്ച് വലിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത്. അത് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുക, അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കളർ മാറില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 സവാള ചോപ്പ് ചെയ്തെടുത്തത്, ഒരു തക്കാളി ചോപ്പ് ചെയ്തെടുത്തത്, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. കറിയിലേക്ക് നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: ഉണക്കമുളക് നമ്മുടെ എരിവിനനുസരിച്ചെടുക്കുക, 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു തക്കോലം, ഒരു 5 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, ഒരു 6 കറിയാമ്പൂ, പിന്നെ ബേ ലീവ്സ്, 1/2 ടീസ്പൂൺ പോപ്പി സീഡ്സ്, 2 ടേബിൾ സ്പൂൺ മല്ലി, അരമുറി തേങ്ങ ചിരണ്ടിയെടുത്തത്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് എണ്ണയില്ലാണ്ട് ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് പൊടിച്ചെടുക്കാം. ഈ മുട്ട നമ്മൾ കറി വയ്ക്കാൻ പോണതിന് മുമ്പ് ഇത് 2 കഷ്ണമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ മുട്ടയിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ മുട്ടേനെ നമ്മൾ പതുക്കെ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ട ഇതേപോലെ 2 കഷ്ണമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ മുട്ട കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മുട്ടയിലേക്ക് നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുക, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് മുളക് പൊടി ചേർക്കുക, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മസാല നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഈ മസാല നമുക്ക് മുട്ടയിലേക്ക് പിടിപ്പിക്കാം. നമ്മുടെ മുട്ടയുടെ എല്ലായിടത്തേക്കും മസാലയ്ക്ക് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഈ മുട്ട നമുക്ക് പതുക്കെ ഒന്ന് വറുത്തെടുക്കാം. ഈ മുട്ട വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ഫ്ലെയിം ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിടാം. നമുക്ക് മുട്ട ഓരോന്ന് ഇങ്ങനെ കമത്തി വയ്ക്കാം ആദ്യം തന്നെ. ഇപ്പോൾ മുട്ട ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്, നമുക്ക് മറ്റേ സൈഡ് മറിച്ചിടാം. മുട്ട 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതെടുത്ത് നമുക്ക് ഇനി എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് എണ്ണയില്ലാണ്ട് ഒന്ന് വറുത്തെടുക്കുക. മസാലകളെല്ലാം പതുക്കെ ഒന്ന് കളർ മാറി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കാം. അപ്പോൾ മസാലകളൊക്കെ പതുക്കെ ഒന്ന് കളർ മാറി തുടങ്ങിയിട്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. ഈ തേങ്ങ ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവണം. ഇപ്പോൾ തേങ്ങ ചെറിയൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മുടെ മസാലയ്ക്ക് നല്ല സ്മെല്ല് കിട്ടും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ മസാല നമുക്ക് വെള്ളം ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല പൊടിച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമുക്ക് സവാള ഇട്ടിട്ടൊന്ന് മൂപ്പിക്കാം. അത് വേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ വേപ്പിൻ്റെ ഇലയും കൂടി ചേർക്കാം. ഈ സവാള പതുക്കെ ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഈ ജിഞ്ചർ ഗാർലിക്കും എണ്ണയിൽ കിടന്ന് പതുക്കെ ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളിയും നമ്മൾ അരച്ച് വെച്ചേക്കണം മസാലയും ചേർക്കാം. ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എണ്ണയിൽ കിടന്നിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കണം മസാല ചേർക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് തക്കാളി വേവിക്കാം.
മൂടി വയ്ക്കാം. ഇനി നമുക്ക് തക്കാളി വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് വേവാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളവും ചേർക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിക്കാം. നമ്മുടെ ഈ കറിയിൽ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവിക്ക് ചെറുതായിട്ട് ഇങ്ങനെ തിക്കായിട്ടുണ്ട്. എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ കറി നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം കൂടുതലെടുത്തിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കണ മുട്ട ചേർക്കുക. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്.